ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും തന്നെ ബുദ്ധിമുട്ടുള്ള ഒരു പണിയാണ് ചെമ്മീൻ ക്ലീൻ ആക്കുക എന്നത്. അപ്പോൾ അതിനായിട്ട് ഈസി ആയിട്ടുള്ള 2 ടിപ്സാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. കൂടാതെ വേറെയും 2 കിച്ചൺ ടിപ്സ് കൂടി ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടു നോക്കുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ അറിയിക്കണേ. ഉരുളക്കിഴങ്ങൊക്കെ വാങ്ങിച്ചു വെച്ചാൽ പെട്ടെന്ന് തന്നെ ചീത്തയായി പോവാറില്ലേ? കിഴങ്ങിൻ്റെ നിറമൊക്കെ മാറി ഒരു ഗ്രീൻ കളർ വരും, അതുപോലെ തന്നെ പെട്ടെന്ന് മുളകളും വരും. ഇങ്ങനെ നിറം മാറിയ കിഴങ്ങുകളും അതുപോലെ തന്നെ മുള വന്ന കിഴങ്ങുകളൊന്നും കഴിക്കരുതെന്നാണ് പറയുന്നത്. അത് ആരോഗ്യത്തിന് ഹാനികരമാണ്. ഉരുളക്കിഴങ്ങ് പെട്ടെന്ന് തന്നെ കേടായി പോവാതിരിക്കാനായിട്ട് ഇങ്ങനെ ഒരു സൂത്രം ചെയ്താൽ മതി. ആദ്യം ചെയ്യേണ്ടത് നമുക്ക് ആവശ്യമുള്ളത്ര കിഴങ്ങുകൾ മാത്രം വാങ്ങിക്കുക എന്നതാണ്. പ്രത്യേകിച്ച് ഈ മഴക്കാലത്തൊക്കെ കൂടുതൽ ഉരുളക്കിഴങ്ങ് വാങ്ങിച്ചു വെച്ചാൽ അത് പെട്ടെന്ന് തന്നെ മുള വന്ന് ചീത്തയായി പോകും. ചിലരൊക്കെ ഒരു തോരനോ ഒരു മെഴുക്ക് പുരട്ടിയോ അല്ലെങ്കിൽ ഒരു സാമ്പാറോ ഒക്കെയാണ് ഉരുളക്കിഴങ്ങ് വെച്ച് ചെയ്യുന്നത്. അപ്പോൾ അതിനനുസരിച്ച് മാത്രം കിഴങ്ങ് വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക. സവാള, ചുവന്നുള്ളി ഇവയോടൊപ്പം കിഴങ്ങ് സൂക്ഷിച്ചാൽ കിഴങ്ങ് പെട്ടെന്ന് തന്നെ കേടായി പോകും. അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത്. നമ്മൾ ഏത് പാത്രത്തിലാണോ ഉരുളക്കിഴങ്ങ് സൂക്ഷിച്ച് വെക്കുന്നത് ആ പാത്രത്തിലേക്ക് നല്ല കട്ടിയിൽ 1-2 ഷീറ്റ് പേപ്പർ മടക്കി ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് എടുത്തു വയ്ക്കാം. ഒരു കുടം വെളുത്തുള്ളി ഇതുപോലെ ഒന്ന് ഉതിർത്തെടുത്തതിന് ശേഷം ഉരുളക്കിഴങ്ങ് ഇട്ട് വെക്കുന്ന പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഇതുപോലെ ഇട്ട് വെച്ചാൽ ഉരുളക്കിഴങ്ങ് ആഴ്ചകളോളം കേടാവാതിരിക്കും. ഈ ടിപ്പ് അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കൂട്ടോ. അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. നമ്മൾ ഫോണൊക്കെ ചാർജ് ചെയ്യാൻ വെക്കുന്ന സ്വിച്ച് ബോർഡിനടുത്ത് ടേബിളോ കബോർഡ്സോ ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് വെച്ച് സേഫായിട്ട് നമുക്ക് ഫോൺ ചാർജ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ സ്വിച്ച് ബോർഡിനടുത്ത് ടേബിളോ കബോർഡ്സോ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? അതിനുള്ള ഒരു കുഞ്ഞു ടിപ്പാണ് കേട്ടോ ഞാനിവിടെ കാണിക്കുന്നത്. സ്വിച്ച് ബോർഡിനടുത്ത് ഒരാണി തറച്ചതിന് ശേഷം ഒരു ചെറിയ ബാഗ് അതിലേക്ക് തൂക്കിയിടാം. ഇനി നമ്മുടെ ഫോൺ സ്വിച്ച് ബോർഡിലേക്ക് കണക്ട് ചെയ്തതിന് ശേഷം ഫോൺ എടുത്ത് ബാഗിനുള്ളിലേക്ക് ഇറക്കി വയ്ക്കാം. താഴെ വീണ് പൊട്ടിപ്പോകാതെ വളരെ സേഫായിട്ട് തന്നെ നമ്മുടെ ഫോൺ അവിടെ ഇരുന്ന് ചാർജ് ആയിക്കൊള്ളും. ഈ ഒരു ടിപ്പ് ചെയ്താൽ 2-3 ഫോൺ ഒരുമിച്ച് തന്നെ നമുക്ക് ചാർജ് ചെയ്തെടുക്കാൻ സാധിക്കും കേട്ടോ. ചിലർക്കൊക്കെ അറിയാവുന്ന ടിപ്പായിരിക്കും ഇത്, എന്നാൽ അറിയാത്തവരും ഉണ്ടാകുമല്ലോ. അവർക്കൊക്കെ ഒത്തിരി യൂസ്ഫുള്ളായെന്ന് കരുതുന്നു. അപ്പം നമ്മുടെ അടുത്ത ടിപ്പിലേക്ക് പോവാം. തേങ്ങ പൊട്ടിക്കുമ്പോൾ ചിതറി പോവാറുണ്ടോ? അല്ലെങ്കിൽ ഒരു മുറി ചെറുതും ഒരു മുറി വലുതുമായിട്ടിരിക്കാറുണ്ടോ? അങ്ങനെയുള്ളവർക്ക് വേണ്ടിയുള്ളതാണ് കേട്ടോ നമ്മുടെ അടുത്ത ടിപ്പ്. ഇങ്ങനെ ഒരു സൂത്രം ചെയ്താൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് തേങ്ങ മുറിച്ചെടുക്കാൻ സാധിക്കും. തേങ്ങയുടെ ഏത് ഭാഗത്ത് വെച്ചാണോ നമുക്ക് മുറിച്ചെടുക്കേണ്ടത്, അതായത് സെൻറ്ററിൽ വെച്ചാണ് തേങ്ങ മുറിച്ചെടുക്കേണ്ടതെങ്കിൽ തേങ്ങയുടെ സെൻറ്ററിലായിട്ട് നല്ല കട്ടിക്ക് നൂല് ചുറ്റി കൊടുക്കാം. അല്ലെങ്കിൽ ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ റബ്ബർ ബാൻഡാണ് ഇട്ട് കൊടുക്കുന്നത്. നല്ല കട്ടിയുള്ള ഒരു റബ്ബർ ബാൻഡാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇത് 2ആയിട്ട് മടക്കിയ ശേഷം നമ്മുടെ തേങ്ങയുടെ മുകളിലേക്ക് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഒട്ടും ലൂസാവാതെ നല്ല ടൈറ്റായിട്ട് തന്നെ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കണേ. ഇനി ഇതൊന്ന് പൊട്ടിച്ച് നോക്കാം. കണ്ടോ, കത്തിയുടെ പിറകു വശം കൊണ്ട് ഒരു തട്ട് കൊടുത്തപ്പോഴേക്കും തേങ്ങ 2ആയിട്ട് മുറിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇട്ട് കൊടുത്ത റബ്ബർ ബാൻഡിൻ്റെ അരികിലൂടെ തന്നെയാണ് തേങ്ങ മുറിഞ്ഞിട്ടുള്ളത്. തേങ്ങ മുറികൾ രണ്ടും ഈക്വൽ പാർട്സായിട്ട് കിട്ടിയത് കണ്ടോ. അപ്പോൾ ഇനി തേങ്ങ ഉടച്ചെടുക്കുമ്പോൾ ചിതറി പോകാതിരിക്കാനായിട്ട് ഇങ്ങനെ ഒരു ടിപ്പ് ചെയ്ത് നോക്കൂട്ടോ. വളരെ എളുപ്പത്തിൽ ചെമ്മീൻ ക്ലീൻ ചെയ്തെടുക്കാനുള്ള 2 കിടിലൻ ടിപ്സാണ് കേട്ടോ ഞാനിവിടെ കാണിക്കുന്നത്. ചെമ്മീനൊക്കെ ക്ലീൻ ചെയ്യുന്നത് വെച്ചാൽ അതിലേറ്റവും വലിയ പണി അതിൻ്റെ അഴുക്ക് നിറഞ്ഞ് ആ വെയിനൊക്കെ എടുത്തു മാറ്റുന്നതാണ്. സാധാരണയായിട്ട് നമ്മൾ ചെമ്മീൻ ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയാണ്? അതിൻ്റെ തലയും വാലും നുള്ളിക്കളയും, തോട് പൊളിച്ച് കളയും. പിന്നീട് ഒരു കത്തി കൊണ്ട് തലയുടെ ഭാഗം മുതൽ വാലിൻ്റെ അറ്റം വരെ വരഞ്ഞു കൊടുക്കും. എന്നിട്ടാണ് നമ്മൾ ആ വെയിനെടുത്ത് കളയാറുള്ളത്. അങ്ങനെ ചെയ്യുമ്പോൾ 1 കിലോ ചെമ്മീനൊക്കെ വാങ്ങിച്ചാൽ മണിക്കൂറുകൾ വേണം നമുക്കത് ക്ലീൻ ആക്കി എടുക്കാനായിട്ട്. എന്നാൽ ഈ ഒരു ടിപ്പ് ചെയ്താൽ വെറും 5-10 മിനിറ്റ് കൊണ്ട് തന്നെ കിലോ കണക്കിന് ചെമ്മീൻ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ സാധിക്കും, അതും വെയിനൊക്കെ മാറ്റി. ചെമ്മീൻ ക്ലീൻ ആക്കാനുള്ള നമ്മുടെ ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. ചെമ്മീനിൻ്റെ തലയും വാലും തോടും ഒക്കെ കളഞ്ഞതിന് ശേഷം ഒരു ടൂത്ത് പിക്ക് കൊണ്ട് നമുക്കിതിൻ്റെ വാലിൻ്റെ അറ്റത്ത് ഇതുപോലെ ഒന്ന് കുത്തി പൊക്കിയെടുക്കാം. കണ്ടോ, അഴുക്ക് നിറഞ്ഞ ആ വെയിൻ ഈസി ആയിട്ട് ഊരി പോരുന്നത്. നല്ല എളുപ്പമല്ലേ ഇങ്ങനെ ചെയ്യാൻ? ഒരു ടൂത്ത് പിക്ക് കൊണ്ട് ഇങ്ങനെ ചെയ്താൽ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ കിലോ കണക്കിന് ചെമ്മീൻ നമുക്ക് ഡീവെയിൻ ചെയ്ത് ക്ലീൻ ചെയ്തെടുക്കാൻ സാധിക്കും. ചെമ്മീൻ ക്ലീൻ ചെയ്യാനുള്ള നമ്മുടെ സെക്കൻഡ് ടിപ്പ് എന്താണെന്ന് നോക്കാം.
ഫസ്റ്റ് ടിപ്പിനേക്കാളും ഈസി ആയിട്ടുള്ളതാണ് കേട്ടോ നമ്മുടെ സെക്കൻഡ് ടിപ്പ്. ഈ ടിപ്പ് ചെയ്യാനായിട്ട് ചെമ്മീൻ്റെ തലയും വാലും ഒന്നും കളയേണ്ട ആവശ്യമില്ല കേട്ടോ. ഒരു കത്രിക മാത്രം മതി. ദാ ഇതുപോലുള്ള ഒരു കുഞ്ഞു കത്രികയാണ് കേട്ടോ നമുക്കിവിടെ ആവശ്യമുള്ളത്. കത്രിക കൊണ്ട് ഒരൊറ്റ കട്ട് ചെമ്മീൻ്റെ തലയും വാലും തോടും വേനും എല്ലാം മാറി നല്ല ക്ലീൻ ആയിട്ട് കിട്ടും. ക്ലീൻ ആക്കാനുള്ള ചെമ്മീൻ്റെ തലയുടെ ഭാഗത്തൂടെ നമ്മുടെ കുഞ്ഞു കത്രിക ഇതുപോലെ ഒന്നിട്ട് വാലറ്റം വരെ മുറിച്ചു കൊടുക്കാം. വാലിൻ്റെ അറ്റം വരെ മുറിച്ചതിന് ശേഷം നമുക്കിതിൻ്റെ തോടും തലയും ഒക്കെ ഇതുപോലെ ഒന്ന് പൊളിച്ച് കളയാം. ഈ ടിപ്പ് ചെയ്യുമ്പോൾ വെയിൻ സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് കളയേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മൾ തോടും തലയൊക്കെ കളയുന്നതിൻ്റെ ഒപ്പം തന്നെ വെയിനും പോയിക്കൊള്ളും. ഇവിടെ അടുത്തുള്ള ഫിഷ് മാർക്കറ്റിലൊക്കെ ചെയ്യുന്ന കിടിലൻ ടിപ്പാണ് കേട്ടോ ഇത്. ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് പറയുന്നത് പോലെ ഒരൊറ്റ കട്ട് ചെമ്മീൻ്റെ തലയും വാലും തോടും വെയിനും എല്ലാം ക്ലീൻ. അപ്പോൾ ഈ ഒരു ടിപ്പ് അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻസിലൂടെ അറിയിക്കണേ. മാത്രമല്ല ഇതിലും എളുപ്പമുള്ള ടിപ്സ് നിങ്ങൾക്ക് അറിയാവുന്നുണ്ടെങ്കിൽ അതും കമൻസിലൂടെ അറിയിക്കാൻ മറക്കല്ലേ. പിന്നെ ഇന്നത്തെ ടിപ്സിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുവാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക്